നല്ലൊരു മനുഷ്യനെ വെറുതെ കൊന്നുകളഞ്ഞ് ഹീറോ ആവാൻ നോക്കിയ ഒരു രജനീകാന്ത് പടം. ശരണ്യ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് ടീച്ചർ ഒരു കൂട്ടുകാരിയെ പോലെയായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ വെച്ച് ശരണ്യയെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അവിടെ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ കുറ്റവാളി ടീച്ചറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാൻ പോലീസിനെ നിയമിക്കുന്നു. ആ തെരച്ചിലിന്റെ ഭാഗമായി ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അവൻ ടീച്ചറെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ കൂടെ പോലീസിന് ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അത്യൻ. അതുപോലെ അവന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പരപ്പൻ ബാറ്ററി എന്ന് പേരുള്ള ഇവൻ. അവൻ ഒരു കള്ളനായിരുന്നു. പക്ഷേ അവന്റെ കഴിവ് കണ്ടതുകൊണ്ട് അത്യൻ അവനെയും ഇവന്റെ കൂടെ കൂട്ടി. അതിന്റെ ഇടക്ക് പോലീസിന്റെ കയ്യിൽ നിന്നും ആ പ്രതി രക്ഷപ്പെടുന്നു. പക്ഷേ പോലീസുകാർ അവന്റെ സ്പോട്ട് കണ്ടുപിടിച്ചു. അവൻ കുറ്റമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞെങ്കിലും അത്യൻ ഒറ്റവെടിക്ക് അവനെ തീർത്തു കളഞ്ഞിരുന്നു. ടീച്ചറെ കൊന്ന അവനെ തീർത്തതുകൊണ്ട് ആ നാട് മൊത്തം ഹാപ്പിയാവുന്നു. ആ സമയമായിരുന്നു സത്യദേവിന്റെ എൻട്രി. അവൻ ഇതുപോലെ കൊല്ലുന്നതിന് എതിരെയായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇത്തവണ പോലീസായ അത്യന് പിഴച്ചു. പോലീസ് വെടിവെച്ചു കൊന്ന പ്രതി ശരണ്യ മരണപ്പെട്ട ദിവസം ഹൈദരാബാദിലായിരുന്നു. അങ്ങനെ വീണ്ടും ഈ കേസ് അന്വേഷിച്ച അത്യന് താൻ ചെയ്ത തെറ്റ് മനസ്സിലാവുന്നു. അങ്ങനെ ഇവർ റിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. ആ അന്വേഷണത്തിൽ ശരണ്യയെ കൊന്ന കൊട്ടേഷൻ കൊണ്ടേ കണ്ടുപിടിക്കുന്നു. അവസാനം ഇതിന്റെ പിന്നിൽ നാറ്റ് അക്കാഡമി ആണെന്ന് തെളിയുന്നു. ഇതിന്റെ കാരണം ശരണ്യ ഇവർ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ചിരുന്നു. പാവപ്പെട്ട കുട്ടികളെ ട്യൂഷനിൽ ചേർത്ത് അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടിയെടുക്കലായിരുന്നു ഇവരുടെ പണി. അതിനുവേണ്ടി ശരണ്യയെ കൊന്നിട്ട് ആ കുറ്റം മരണപ്പെട്ട ഗുണയുടെ പേരിലിട്ടു. അവസാനം SP അത്യൻ ഇതൊക്കെ ചെയ്ത നാറ്റ് അക്കാഡമി ഓണറിനെ പിടിച്ച് ജയിലിലാക്കുന്നു.